പോന്നും പറഞ്ഞ് തിരക്ക് പിടിച്ചത് അളിയാനാണ്. പോവാൻ സമയമായപ്പോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. എന്തിനായിരിക്കും? അയ്യോ, മറ്റെന്താവാനാ? അവൻ അവിടെ ചെലവിന് കാശൊക്കെ വേണ്ടി വരില്ലേ? അത് കൊടുക്കാൻ കൊണ്ടുപോയതായിരിക്കും. ഇപ്പോഴെല്ലാം ഡിജിറ്റൽ അല്ലേ, ആരെങ്കിലും ക്യാഷ് കൊടുത്തു വിടോ? ബിസിനസ് ഫയൽസ് എന്തെങ്കിലും കൊടുക്കാനായിരിക്കും. ഇട്ട ഡ്രസ്സിൽ തന്നെ പറഞ്ഞു വിടുകയല്ലേ, അതിൽ കൂടുതൽ ഇപ്പൊ എന്ത് പറയാനാ? എന്നാലും എന്തിനായിരിക്കും കൊണ്ടുപോയത്? മുതലാളി വീണ്ടും അവനോട് സംസാരിക്കുന്നത് ശരിയല്ല. അവനാ തെറ്റുകാരൻ. കുറ്റബോധം തോന്നുന്നതുവരെ അവനോട് സംസാരിക്കാൻ പാടില്ല. നിന്നോട് നാഗങ്ങളെ കുറിച്ച് ആരാണ് പറഞ്ഞത്? ഒരുപാട് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞതാ. ആരാണെന്ന് പറയടാ. സോറി ഡാഡ്. അതെന്താന്ന് വെച്ചാ അവരെ കാട്ടിക്കൊടുക്കില്ലെന്ന് വാക്ക് പറഞ്ഞു പോയി ഞാൻ. സോ പറയാൻ പറ്റില്ല. ത്രിവിക്രം, നീ പറയുന്നുണ്ടോ ഇല്ലയോ? എന്താ ഡാഡ്, ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് പേടി തോന്നുന്നില്ല അല്ലേ? ഒച്ച അങ്ങോട്ട് താഴാത്തത് എന്താ? നോക്ക് ത്രിവിക്രം, നീ തെറ്റാണ് ചെയ്യുന്നത്. അനിയന്റെ ഭാര്യയാ നീ കണ്ണുവെച്ചത്. അതുകൊണ്ടാ നിന്നെ ഞാൻ ശിക്ഷിച്ചത്. ഞാൻ നിനക്ക് തന്ന ശിക്ഷ നീ അനുഭവിച്ചോ. വീണ്ടും തെറ്റ് ചെയ്യാൻ നോക്കണ്ട. ഓക്കെ 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 ഓക്കെ. ഞാൻ ഒരാളെ നോക്കിയാൽ അത് തെറ്റ്. നിങ്ങൾ ഒരാളെ കൊന്നിട്ടും അതൊരു തെറ്റല്ല അല്ലേ? അതൊരു തെറ്റിനെ ന്യായീകരിക്കാൻ നോക്കണ്ട ഡാഡ്. ഒരിക്കൽ ചെയ്തു പോയ തെറ്റ് കാരണം 23 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ മാത്രമല്ല, ഈ വീട്ടിലെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുക. പാവങ്ങള്. വീട്ടിലെല്ലാവരും ഈ നാഗം എന്തിനാ ഉപദ്രവിക്കുന്നതെന്ന് മനസ്സിലാവാതെ എന്തൊക്കെയോ പൂജകൾ നടത്തുക. വീട്ടിലുള്ള എല്ലാവർക്കും നിങ്ങളാ കൊന്നെന്ന് മനസ്സിലായ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും അല്ലേ ഡാഡ്? ഡാഡ്, ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ബഹുമാനവും നിലനിൽപ്പും ഒക്കെ എന്താകും ഡാഡ്? ഡാഡ്, ഇനി എങ്ങാൻ നിങ്ങൾ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരോടും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയും ഡാഡ്. 100%. ത്രിവിക്രം, നീ അതിര് കടക്കുന്നു. നോ 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 ഡാഡ്. ഇതാണ് ശരി. എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഉത്തരവിടുവല്ലേ നിങ്ങളെ എതിർത്ത് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ ചെയ്യുന്നത് പോലെ ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് ഈ ഫാമിലിയും തലയെടുപ്പും ഒക്കെ എന്നും വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിർത്തുകയല്ലാതെ വേറെ വഴിയില്ല. ഡാഡ്, നിങ്ങൾക്ക് ഈ ആദരവും തലയെടുപ്പും ഫാമിലിയും ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ പറഞ്ഞേക്ക്. ഞാൻ ദേ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയേക്കാം. സന്തോഷമായിട്ട് പോവാൻ ഞാൻ. ചോയ്സ് ഇസ് യുവേഴ്സ് ഡാഡ്. ഡാഡ്, ഈ വീട്ടിൽ ഇപ്പൊ നാഗറാണിയുടെ ശല്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആ നാഗറാണി ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ എനിക്കറിയാം. എന്താ? ആ നാഗറാണി ആരാണെന്ന് നിനക്കറിയാമെന്നോ? പറയടാ, ആരാ അവള്? അത്ര എളുപ്പത്തിൽ അങ്ങ് പറയൂന്ന് കരുതിയോ ഡാഡ്? ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. വെരി സാഡ്. അളിയ, അല്ല, പറഞ്ഞിവിടം തിരക്ക് കാണിച്ചിട്ട് പിന്നെന്തിനാ മരുമോനെ കൊണ്ട് മുകളിലോട്ട് പോയേ? കുഴപ്പമില്ല, വിട്ടേക്ക്. എന്തു പറ്റി? എന്താ നിങ്ങൾ വല്ലാതിരിക്കുന്നേ? ത്രിവിക്രം എവിടേക്കും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. മുതലാളി, എന്തൊക്കെയാ പറയുന്നത്? ഇവനെ പറഞ്ഞു വിടുന്നില്ലെന്നോ? എന്താ മുതലാളി? ഞാൻ എന്റെ തീരുമാനം മാറ്റി. ഇവൻ നമ്മുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവും. മുതലാളി, അങ്ങയുടെ തീരുമാനം മാറ്റണം. അവനിനി ഇവിടെ വേണ്ട. അവനിവിടെ വെറുതെ ഇരിക്കുകയുള്ളൂ. വേണ്ടാത്ത ചിന്തകളൊക്കെ അവന് വരും. അവൻ പോകുന്നത് തന്നെ നല്ലത്. ഡാഡ്, അച്ഛൻ പറയുന്നതും ശരി തന്നെയാ. ഞാൻ പോയിട്ട് വരാം ഡാഡ്. ഞാൻ പോയിട്ട് വരട്ടെ. നീ നിൽക്ക്. മുതലാളി, അവനോടൊന്ന് പോകാൻ തയ്യാറാ. പിന്നെ എന്തിനാ അവനെ തടയാൻ നിൽക്കുന്നത്? നന്ദീശ, അവൻ പോകുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അങ്കിൾ, ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. തീരുമാനം മാറാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങളോട് പറയാൻ പറ്റില്ലേ? അത് ഒന്നുമില്ല മോളെ. ദീപാവലി അടുത്ത് വരികയല്ലേ. അപ്പോ അതിന്റെ ആഘോഷങ്ങൾക്ക് ത്രിവിക്രമില്ലെങ്കിൽ ശരിയാവില്ലല്ലോ.
എല്ലാവരും കൂടെ ചേർന്ന് ആഘോഷിക്കുമ്പോഴല്ലേ അതിനൊക്കെ ഒരു രസം ഉണ്ടാവുക. ശരിയാ, എനിക്ക് അവനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അതേ മോളെ, ആഘോഷങ്ങളിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ഉള്ളതാണ് നല്ലത്. യെസ് അച്ഛാ, ത്രിവിക്രം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും സന്തോഷിക്കില്ലേ? അച്ഛന്റെ ഡിസിഷൻ എന്തായാലും സൂപ്പർ. ശിവാനി ഇപ്പൊ ഹാപ്പി ആയിരിക്കും അല്ലേ ശിവാനി? ഡാഡ്, താങ്ക് യു സോ മച്ച് എന്നെ ഇവിടെ തന്നെ നിൽക്കാൻ അനുവദിച്ചേന്. ഡാഡി ഇവിടെ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് എങ്ങനെയാ നിൽക്കാതിരിക്കാൻ പറ്റുക? അങ്കിളെ, ആ ലഗേജ് ഒന്ന് എടുക്കാൻ ഹെൽപ്പ് ചെയ്യോ? അയ്യോ, എന്റെ മരുമോൻ അത് പറയാനുണ്ടോ? ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വയ്ക്കാം. അമ്മാവൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. വാടാ. മുതലാളി, എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ? എന്തോ മുതലാളി ചെയ്തത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവനെന്റെ കാലിൽ വീണ് തെറ്റുപറ്റിയെന്നും പറഞ്ഞ് ക്ഷമ ചോദിച്ചു. എനിക്കപ്പോ മനസ്സലിഞ്ഞു പോയി മോളെ. ദീപാവലി കഴിയുമ്പോ അവനിവിടുന്ന് പറഞ്ഞു വിട്ടേക്കാം, ഉറപ്പായും പറഞ്ഞു വിട്ടേക്കാം. ഞാൻ മോശപ്പെട്ടവനായിരിക്കും ഡാഡ്, പക്ഷെ നിങ്ങളെപ്പോലൊരു കൊലയാളിയല്ല. ഞാൻ ജനിച്ച ദിവസം തന്നെയല്ലേ പാമ്പിനെ കൊന്നുകളഞ്ഞ്. അതുകൊണ്ട് തന്നെയാ നമ്മുടെ വീടിന് പാമ്പിന്റെ ശാപം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നേ. കൊലയാളിയാണ് നിങ്ങള്. ഇനിയിപ്പോ നിങ്ങൾ എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ നോക്കിയാ ഈ വീട്ടിലുള്ള എല്ലാവരും സത്യങ്ങളും മനസ്സിലാക്കും. നോ 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 നോ, ഇതൊന്നും ഇവൻ അറിഞ്ഞു കാണാൻ ഒരു സാധ്യതയുമില്ല. ആരാ പറഞ്ഞിട്ടുണ്ടാവുക? ആരായിരിക്കും പറഞ്ഞത്? ഞാൻ സർപ്പസംഹാരം നടത്തിയ കാര്യം അറിയാവുന്നത് നന്ദീശനും എന്റെ സുഹൃത്തുക്കൾക്കും ഭൈരവ ഭാവയ്ക്കുവാ. അവരിൽ ആരെങ്കിലും ഈ കാര്യം അവനോട് പറഞ്ഞതായിരിക്കോ? ഒന്നാമതേ നന്ദീശൻ ഈ കാര്യത്തിൽ പേടിയുള്ളവനാണ്. അവന്റെ മകനോട് തന്നെ ഈ കാര്യങ്ങൾ അവൻ പറയാൻ സാധ്യതയില്ല. പിന്നെ ഉള്ളത് എന്റെ 4 സുഹൃത്തുക്കളാ. അവരും ത്രിവിക്രവുമായി യാതൊരു ടച്ചുമില്ല. അവർക്ക് ഈ കാര്യം പറഞ്ഞിട്ട് ഒരു ലാഭവും കിട്ടാനുമില്ല. പിന്നെയുള്ളത് ഭൈരവ ബാബയാണ്. അദ്ദേഹത്തിന് ഇവനെ അറിയില്ല. അദ്ദേഹം വീട്ടിലേക്ക് വന്ന സമയത്ത് ഇവൻ ഇവിടെ ഇല്ല. പിന്നെ ആരായിരിക്കും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവുക? എല്ലാം നിഗൂഢതയാണല്ലോ. 23 വർഷങ്ങളായി ഞാൻ മറച്ചുവെച്ച ആ സത്യം ഇന്ന് ത്രിവിക്രമൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു അദൃശ്യമായ കൈ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴിവൻ സർപ്പസംഹാരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. നാളെ നാഗമാണിക്യത്തെക്കുറിച്ചറിഞ്ഞാൽ, നാഗമാണിക്യത്തിന്റെ കാര്യം ഇവൻ അറിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനാവില്ല. ഒരു കാരണവശാലും നാഗമാണിക്യം ഇവിടെ വെക്കരുത്. സേഫായ സ്ഥലത്തേക്ക് എത്രയും വേഗം ഷിഫ്റ്റ് ചെയ്യണം. സർപ്പരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹേ തന്നോ നാഗപ്രചോദയാത്. ഇതെന്താ എന്റെ ദൈവമേ, ഈ വീടിന്റെ ഡോർ എപ്പോഴും ഓപ്പൺ ആയിരിക്കുമല്ലോ. ഇവർക്കാർക്കും പേടിയൊന്നുമില്ലേ? ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാ അവിടെ? ഹായ്. ബൈ. ഹായ്, വരൂ വരൂ. ഇപ്പൊ നിങ്ങൾ ബൈ എന്നും പറഞ്ഞു, അകത്തേക്ക് വരാനും പറഞ്ഞു. ഇതിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? വരൂ വരൂ വരൂ. ഒരു മിനിറ്റ്. നിങ്ങൾ വന്നതിന്റെ കാര്യം എന്താ? എല്ലാം ഇവിടെ തന്നെ നിന്നോണ്ട് പറയണോ? നമുക്കവിടെ ഇരുന്ന് സംസാരിക്കാം. വരൂ. പറയൂ. നിങ്ങൾക്ക് എന്താ സുഖമില്ലേ? എനിക്ക് സുഖമാണല്ലോ.
എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ മിസ്റ്റർ ശിക്കാരി ശംഭു, ഇങ്ങനെ എപ്പോഴും ടെൻഷൻ അടിച്ചോണ്ടിരുന്നാലേ ജീവിതകാലം മുഴുവൻ ടെൻഷൻ അടിക്കേണ്ടി വരും. നിങ്ങളെ പിന്നെ പുറത്തൊന്നും കാണാത്തോണ്ട് എന്റെ ചേട്ടൻ നിങ്ങളെ അടിച്ചത് കാരണം ഞാനുമായിട്ട് കൂട്ടും വേണ്ടാന്ന് വെച്ച് നാട് വിട്ട് പോയെന്നാ ഞാൻ വിചാരിച്ചത്. അതോ, ഞാൻ മറന്നുപോയതൊക്കെ. അത് നന്നായി, നിങ്ങളെല്ലാം മറന്നല്ലോ. അല്ലടോ, വീട്ടിലൊരു പെൺകുട്ടി വന്നിരിക്കുന്നു. വെറുതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണല്ലോ. കോഫി തരാനുള്ള പ്ലാൻ ഒന്നും ഇല്ലേ? അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിച്ചൂടെ? നിങ്ങൾ കോഫി കുടിക്കുവോ? എന്താ, നിങ്ങൾ കുടിക്കില്ലേ? ആ, കുടിക്കാറുണ്ട്. ഞാൻ കുടിക്കാറുണ്ട്. നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാര് സാധാരണയായിട്ട് കുടിക്കാറുണ്ട്. ഞങ്ങളും മനുഷ്യരാ. ഞങ്ങളും കോഫിയൊക്കെ കുടിക്കും. നിങ്ങൾക്കൊരെണ്ണം എടുക്കട്ടെ? അയ്യോ കുഴപ്പമില്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെ കണ്ട് സംസാരിച്ചു പോകാന്ന് കരുതി, അതിനാ വന്നേ. ശരി, ഞാൻ ഇറങ്ങിക്കോട്ടെ. ആ, പൊയ്ക്കോ. എന്താ ഇത്ര നേരമായിട്ട് ഞാൻ പോകാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നോ? അല്ലല്ലല്ല, വേണേൽ നിങ്ങൾക്കും കോഫി തരാം. ഓ, അപ്പൊ കോഫി കുടിക്കാൻ ഗതിയില്ലായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ? അല്ല, ടീ തരാം. ടീ കുടിക്കാനും ഗതിയില്ലെന്ന് കരുതിയോ? അയ്യോ, കോഫിയും ടീയും രണ്ടും തരാം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് നീ തന്നെ കുടിച്ചാ മതി. ഞാൻ പോവാ. ബൈ. അതെ അതെ. ആ പെണ്ണ് തന്നെ നിന്നെ തേടി വന്ന് നിന്റെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുവെങ്കിൽ നിന്നെപ്പറ്റി അവൾ വല്ലാതെ ആലോചിക്കുന്നുവെന്നർത്ഥം. അവള് നിന്നെപ്പറ്റി അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവൾ നിന്നെ പ്രണയിക്കുന്നുണ്ടെന്നർത്ഥം. എനിക്കിതെല്ലാം എന്താണെന്ന് മനസ്സിലാകുന്നേയില്ല അച്ഛാ. എന്ന് വെച്ചാൽ നീ വിജയത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നുവെന്നർത്ഥം. ഇത് സന്തോഷിക്കുവാനുള്ള സമയമല്ല. ഇതുപോലത്തെ ഒരുപാട് പടികൾ നീ ഇനിയും കയറാനുണ്ട്. ഇനിയും നീ ഒരുപാട് അവളിലേക്ക് അടുക്കണം. നിന്റെ പ്രണയമെന്ന കാപട്യത്തിലൂടെ അവളെ കയ്യിലൊതുക്കി കല്യാണമെന്ന ബന്ധനത്തിൽ അവസാനം നീ അവളെ കൊണ്ട് എത്തിക്കണം. നിങ്ങൾ പറയുന്നത് പോലെല്ലാം ചെയ്തുകൊണ്ടിരിക്കും അച്ഛാ. മൊത്തത്തിൽ ആ ഇച്ഛാധാരി നാഗങ്ങൾ എന്നേക്കുമായി ഇല്ലാതാവണം. ആ നാഗമാണിക്യം നമുക്ക് സ്വന്തമാക്കണം. ബാബാ, ഞാനൊരു വല്ലാത്ത പ്രശ്നത്തിലകപ്പെട്ടിരിക്കുക. അങ്ങനെ സഹായിക്കണം. എന്താണത്? അത് ഞാൻ ആ നാഗത്തെ കൊന്നുകളഞ്ഞ കാര്യം എന്റെ മകൻ മനസ്സിലാക്കിയിരിക്കുന്നു. മകനോ? മകനെന്ന് പറഞ്ഞ നന്ദീശന്റെ മകൻ. ഞാൻ മകനായിട്ട് തന്നെയാ വളർത്തിയത്. അവനിപ്പോ ഞാൻ നാഗലോകത്തുള്ളവരെ കൊന്നുകളഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുക. എന്തെങ്കിലും പരിഹാരം കാണണം ബാബാ. ഇതാണ് നീ ചെയ്യുന്ന തെറ്റ്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ട സമയമല്ലിത്. നാളെയാണ് ദുർഗാഷ്ടമി. നിന്നിൽ നിന്ന് നാളെ ഒരു മഹത് കാര്യം നടക്കേണ്ടതാണ്. എന്താ അത് ബാബാ? നാഗമാണിക്യം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. കൊണ്ടുവന്നോ? ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് ബാബാ. ദിഗ്വിജയ, ആ പെട്ടി തുറക്ക്. ബാബാ, ഈ നാഗമാണിക്യം ഒരു നിമിഷം എന്നെ പോലും മൂകനാക്കി മാറ്റിയിരിക്കുന്നു. എന്നെ കൊണ്ട് എന്തോ കാര്യം ചെയ്യിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താ അത്? നാളെ വിജയദശമി. നിന്റെ ശത്രുക്കളെ നശിപ്പിക്കുവാനുള്ള ശരിയായ സമയം. എന്നുവെച്ചാ നാഗലോകത്തുള്ളവരെ എല്ലാം കൊല്ലാൻ പറ്റുമോ? അതെങ്ങനെയാണ് ബാബാ? നീ മഹാദേവിയുടെ ആയുധം കരസ്ഥമാക്കണം. ആ ആയുധം കൊണ്ട് മാത്രമേ നാഗലോകത്തുള്ളവരെ സംഹരിക്കുവാൻ സാധിക്കൂ. അതെവിടെയുള്ളത്? മഹാകാളി ഗുഹയിൽ. ചാമുണ്ടേശ്വരി അമ്മ മഹിഷാസുരനെ മർദ്ദിച്ച സ്ഥലമാണത്. ആ ആയുധവും അവിടെ തന്നെയാണുള്ളത്. ആ സ്ഥലത്തേക്ക് മറ്റാർക്കും പ്രവേശിക്കുവാൻ സാധ്യമല്ല. നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ. എന്താണെന്ന് വെച്ചാൽ നിന്റെ കയ്യിൽ നാഗമാണിക്യമുണ്ട്.
നാഗമാണിക്യത്തിന്റെ സഹായത്താൽ നിനക്ക് മാത്രം അവിടെ പ്രവേശിക്കാം. ശരി ബാബ, ഞാൻ ഇപ്പൊ തന്നെ ആ സ്ഥലത്തേക്ക് പോവാം. ആ ഗുഹയിൽ പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ നിനക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നാഗമാണിക്യത്തിന്റെ സഹായം തേടുക. ഗുഹയുടെ അവസാനം മഹിഷാസുരനെ വധിച്ച സ്ഥലം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രങ്ങൾ ചൊല്ലുക. ഈ മന്ത്രങ്ങൾ ചൊല്ലിയാൽ ആയുധം സ്വമേധയാ പ്രത്യക്ഷപ്പെട്ട് നിന്റെ കയ്യിൽ വന്നു ചേരും. ആയിക്കോട്ടെ ബാബ. ദിഗ്വിജയ, വളരെയേറെ ശ്രദ്ധിക്കണം. സമയം കുറവാണ്, വഴി നീണ്ടതും. അല്പമെങ്കിലും ശ്രദ്ധ മാറിയാൽ നാഗമാണിക്യം കൈവിട്ടു പോകും. നാഗമാണിക്യമെങ്ങാനും കൈവിട്ടു പോയാൽ നിന്റെ മരണം സുനിശ്ചിതം. ഇല്ല ബാബ, യാതൊരു കാരണവശാലും നാഗമാണിക്യം ഞാൻ കൈവിട്ട് കളയില്ല. വിജയീ ഭവ. ജയ് മഹാകാളി. ബാബാ, എന്തിനാ മുത്തശ്ശി വരാൻ പറഞ്ഞത്? കാര്യം എന്താ? ഒന്നുമില്ല. നാളെ ദുർഗാഷ്ടമിയല്ലേ, അത് നന്നായിട്ട് ആഘോഷിക്കണമെന്നുള്ള ചിന്ത ഈ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ അതോ ഇല്ലയോ? അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നതല്ലേ, അതുപോലെ ഈ വർഷം അങ്ങ് ആഘോഷിക്കും. എന്നാ എല്ലാ വർഷത്തെയും പോലെ സിമ്പിൾ ആയിട്ടല്ല, വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കണം ഈ വർഷം.